ഇടുക്കിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അവിടെ പ്രൊഫഷണൽ കോളേജുകളും ഇന്ന് അടഞ്ഞുകിടക്കും. അപ്പോൾ രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നു എന്ന വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഡാമിലെ ജലനിരപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഏതൊക്കെ ഡാമിൻ്റെ ഷട്ടറുകളാണ് ഉയർത്താൻ ഇനി സാധ്യതയുള്ളത്? ഗുഡ് മോർണിംഗ്. നിലവിൽ എന്തായാലും മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകൾ അങ്ങനെ ആയിരുന്നില്ല, ശക്തമായ മഴയായിരുന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ, ഡാമുകളുടെയൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയും അതിനെ തുടർന്നുള്ള നീരൊഴുക്കും ശക്തമായി തന്നെ തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കല്ലാർകുട്ടി ഡാമിന്റെ 5 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തി മുതിരപ്പുഴയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. പെരിയാറിലേക്കാണ് എത്തുന്നത്. ആവശ്യമെങ്കിൽ പാമ്പള ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ ഉയർത്താനുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് KSEBയുടെ ഒരു നിലപാട്. മഴ മാറുകയാണെങ്കിൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമില്ല. മറ്റൊന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ റൂൾ കർവ് പരിധി നിലവിൽ 136 അടിയാണ്. 133.5 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്വാഭാവികമായിട്ടും സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകും എന്നുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ പെരിയാറിന്റെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ, കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണെങ്കിൽ വേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ബൈസൺ വാലിയിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. അതുപോലെ തന്നെ ഇടുക്കി ഡാം ടോപ്പിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല, വാളറയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ഗതാഗത തടസ്സങ്ങളൊന്നും ഒരു സ്ഥലത്തുമില്ല. അതിനപ്പുറത്തേക്ക് ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണ് വ്യാപകമായിട്ട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. രാത്രിയാത്ര ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ് റോഡിൽ ഇന്ന് അനാവശ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് പോലും നിരോധിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള ആളുകൾ അതുവഴി വാഹനം വേഗത്തിൽ ഓടിച്ചു പോവുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും മഴ ഒരു നേരിയ ശമനം ഉണ്ട് എന്ന് മാത്രം. ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുകയാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകളും അടഞ്ഞുകിടക്കും.